എല്ലാവർക്കും നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ്. എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റിലെ റിസർച്ച് ഓഫീസർ തസ്തികയിലേക്കുള്ള PSC പരീക്ഷയുടെ സിലബസ് മാറിയിരിക്കുകയാണ്. PSC ആദ്യം മാർച്ച് 24-ന് ഒരു സിലബസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പഴയ സിലബസ് തന്നെയായിരുന്നു. ആ സമയത്ത് കൊമേഴ്സ് ആ ഒരു സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ PSC കൊമേഴ്സ് കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് പുതുക്കിയ സിലബസ് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. പുതിയ സിലബസ് വന്നത് ഓർത്ത് ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇത് കൃത്യമായി പഠിക്കുന്നവർക്ക് മുന്നേറാനുള്ള ഒരു മികച്ച അവസരമാണ്. സിലബസ് മാറുമ്പോൾ പഴയ രീതിയിലുള്ള ചോദ്യങ്ങളെക്കാൾ പുതിയ ടോപ്പിക്കുകളിൽ നിന്നുള്ള അടിസ്ഥാനപരമായിട്ടുള്ള അറിവായിരിക്കും പരീക്ഷിക്കപ്പെടുക. ഈ പുതിയ മാറ്റങ്ങളെ ഞങ്ങൾ കൃത്യമായിട്ട് വിശകലനം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഉൾപ്പെടുത്തിയ ഓരോ പുതിയ ടോപ്പിക്കും ലളിതമായും വ്യക്തമായും നിങ്ങളിലേക്ക് എത്തിക്കാൻ ലേൺ ഫാസ്റ്റ് എഡ്യൂക്കേറ്റിന്റെ മുഴുവൻ ടീമും സജ്ജമാണ്. നിങ്ങൾക്ക് വേണ്ടത് പഠിക്കാനുള്ള മനസ്സും കൃത്യമായ സമയക്രമീകരണവും മാത്രമാണ്. റിസർച്ച് ഓഫീസർ കോഴ്സിന്റെ തുടക്കം മുതൽ തന്നെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു സിലബസ് ചേഞ്ച് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. സ്റ്റുഡൻസ് എപ്പോഴും ചോദിക്കാറുണ്ട് സിലബസിൽ എന്ത് മാറ്റങ്ങളാണ് എക്സ്പെക്ട് ചെയ്യുന്നതെന്ന്. അപ്പോൾ നമ്മൾ എപ്പോഴും എല്ലാവരോടും പറയാറുള്ള കുറച്ച് ചേഞ്ചസ് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അതായത് GK പാർട്ട് എക്സ്ക്ലൂഡ് ചെയ്ത് കൊമേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. കൊമേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ മാത്തമാറ്റിക്സിൽ ഇപ്പോൾ ഉള്ള ടോപ്പിക്സ് കൂടാതെ അഡീഷണൽ ആയിട്ടുള്ള ടോപ്പിക്സ് ആഡ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞത്. അതുപോലെ അഡീഷണൽ ആയിട്ടുള്ള ടോപ്പിക്സ് ആഡ് ചെയ്തിട്ടുണ്ട്. എക്കണോമിക്സിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ക്ലാസ് ആൻഡ് പരീക്ഷയുടെ സിലബസിലുള്ളതുപോലെ മാക്രോ എക്കണോമിക്സ് മൈക്രോ എക്കണോമിക്സ് പോലുള്ള തിയറി പാർട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ആ ഭാഗങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സിലായിരിക്കും വളരെ കുറവ് മാറ്റങ്ങൾ സംഭവിക്കുക എന്ന് പറഞ്ഞത്. അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്സിന് അധികം ചേഞ്ചസ് വന്നിട്ടില്ല. എല്ലാ ടോപ്പിക്സും നമ്മൾക്ക് സുപരിചിതമായിട്ടുള്ള ടോപ്പിക്സ് തന്നെയാണ്. അപ്പോൾ ധൈര്യമായിട്ട് കോൺഫിഡന്റ് ആയിട്ട് നമ്മൾക്ക് ഈ ഒരു സിലബസ് കംപ്ലീറ്റ് ചെയ്യാം. നമ്മുടെ പുതിയ സിലബസിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു അനാലിസിസ് വീഡിയോ ഉടൻ തന്നെ നമ്മുടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോ കൂടെ നിങ്ങൾ കാണാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ജൂൺ 18-ലേക്ക് ഇനിയും സമയമുണ്ട്. ഓരോ ദിവസവും നിങ്ങൾ ഏറ്റവും നന്നായിട്ട് പ്രയോജനപ്പെടുത്തിയാൽ ഈ സിലബസ് നമുക്ക് കീഴ്പ്പെടുത്താവുന്നതേ ഉള്ളൂ. അത് തന്നെയാണ് ലേൺ ഫാസ്റ്റിന്റെ ചരിത്രവും പറയുന്നത്. ഇപ്പോൾ റിസർച്ച് അസിസ്റ്റന്റ് പരീക്ഷയും RO പോലെ തന്നെ സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള ഒരു പരീക്ഷയായിരുന്നു. വളരെ പെട്ടെന്നാണ്, വളരെ കുറച്ച് സമയം മാത്രമുള്ള സമയത്താണ് പെട്ടെന്ന് വലിയൊരു സിലബസ് വന്നത്. ഇതിലും വലിയൊരു സിലബസ് ആയിരുന്നു RAക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ ആ ഒരു ചെറിയ സമയം കൊണ്ട് തന്നെ മുഴുവൻ ടോപ്പിക്സും കംപ്ലീറ്റ് ചെയ്ത് മോക്ക് ടെസ്റ്റുകളും മോഡൽ എക്സാംസും നടത്തി കേരളത്തിലെ ഏറ്റവും ഉയർന്ന റാങ്കുകൾ, അതായത് സ്റ്റേറ്റ് വൈഡ് പരീക്ഷയിൽ 1ാം റാങ്ക് ഉൾപ്പെടെ 35 റാങ്കുകളാണ് നമുക്ക് നേടാൻ സാധിച്ചത്. അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്സ് ഗ്രേഡ് 2 പരീക്ഷയിലാണെങ്കിലും ഇപ്പോൾ റിസൾട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. 13 ജില്ലകളുടെ റിസൾട്ട് വന്നപ്പോൾ 13-ൽ 7 ജില്ലകളിലും 1ാം റാങ്ക് ലേൺ ഫാസ്റ്റ് എഡ്യൂക്കേഷൻ ഉദ്യോഗാർത്ഥികളാണ്. 7 1ാം റാങ്കുകൾ ഉൾപ്പെടെ 153 റാങ്കുകളാണ് ഇതുവരെ നമുക്ക് ആ ഒരൊറ്റ പോസ്റ്റിൽ നിന്ന് മാത്രം സൃഷ്ടിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. മാത്രമല്ല കഴിഞ്ഞ റിസർച്ച് അസിസ്റ്റന്റ് പരീക്ഷയിൽ 64 ചോദ്യങ്ങളും സ്റ്റാറ്റിസ്റ്റിക്സ് പരീക്ഷയിൽ 71 ചോദ്യങ്ങളുമാണ് ലേൺ ഫാസ്റ്റ് എഡ്യൂക്കേഷനിലെ ക്ലാസ്സുകളിൽ നിന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മളുടെ ഒരു കോഴ്സ് എടുത്ത് പഠിച്ച ഉദ്യോഗാർത്ഥികൾക്ക് ഇത്രയും അധികം ചോദ്യങ്ങൾ കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ സാധിക്കുമായിരുന്നു. അതിന്റെ തെളിവ് തന്നെയാണ് നമ്മളുടെ റിസൾട്ടും, അല്ലെ? അതുപോലെ ഈ വരുന്ന റിസർച്ച് ഓഫീസർ പരീക്ഷയിൽ 1ാം റാങ്കും 2ാം റാങ്കും 3ാം റാങ്കും ഉൾപ്പെടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ റാങ്കുകൾ ലേൺ ഫാസ്റ്റ് എഡ്യൂക്കേഷനിലെ ഉദ്യോഗാർത്ഥികൾക്ക് തന്നെയായിരിക്കും. നിങ്ങൾ വാശിയോടെ പഠിക്കുക. നിങ്ങളെ വിജയത്തിലേക്ക് കൈപിടിച്ചുയർത്തുവാനായിട്ട് ലേൺ ഫാസ്റ്റ് എഡ്യൂക്കേഷന്റെ മുഴുവൻ ടീമും നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.